ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മളുടെ സഹോദരിമാർ, അതായത് അതുല്യമാർ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മിണ്ടാതിരിക്കാനാവില്ല. കാരണം ഇത് ഒന്നല്ല രണ്ടല്ല, ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തിൽ തന്നെ ഏകദേശം 4ഓളം നമ്മളുടെ സഹോദരിമാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ അവരും അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ അവർ കൊണ്ടു നടക്കുന്ന അവരുടെ മക്കളെയും കൊണ്ടാണ് അവർ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഞാൻ ഒരു അച്ഛനാണ്, എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അപ്പോൾ അവരെ ഞാൻ എത്രത്തോളം ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. അതേപോലെ തന്നെ ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു മകനാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവരുടെ ഓരോ ദിവസങ്ങളും ഓരോ വർഷങ്ങളും കടന്നു നിൽക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട്. കാരണം അവർ ഒരു സ്ത്രീ ഒരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവൾ ഒരു പ്രശ്നമുള്ളവളാണ്. അല്ലെങ്കിൽ അവൾ ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ ഒരു പ്രശ്നങ്ങൾക്ക് അവൾ അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവൾ വീക്കായി. അല്ലെങ്കിൽ അവർ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ട സമയത്ത് അവൾക്കില്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയും നമ്മളുടെ കുടുംബ വ്യവസ്ഥയും ഒരു പരിധിവരെ അതെല്ലാം സഹിച്ചോളൂ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ എന്ന് പറയുന്ന ഒരു ലോകത്താണ് അതുല്യമാർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു 14 വർഷം മുമ്പ് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലെല്ലാം വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മളുടെ സഹോദരിമാർക്കും നമ്മളുടെ അമ്മമാർക്കും എന്തുകൊണ്ട് അതായത് ഇവിടങ്ങളിൽ കിട്ടുന്ന ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് തികച്ചും സങ്കടകരമാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം, കാരണം ഈ അതുല്യമാർ ജീവൻ എടുക്കുന്നത് മിക്കവാറും അവളുടെ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ അവളുടെ വേദന പങ്കുവെക്കപ്പെടാൻ, അല്ലെങ്കിൽ അവൾക്കത് ഷെയർ ചെയ്യാനോ അതിനൊരു തക്കതായിട്ടുള്ള ഒരു 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 സ്പേസ് ഇല്ലാത്തത് കൊണ്ടാവാം പലപ്പോഴും അവരെല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മടുത്ത് ത്യജിച്ച് സ്വയം ജീവനെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീ 13 വയസ്സ് മുതൽ, അല്ലെങ്കിൽ അവളുടെ ഒരു പ്യൂബർട്ടി എന്ന് പറയുന്ന സ്റ്റേജ് മുതൽ ആ ഒരു സ്ത്രീ ചക്രം അവസാനിക്കുന്ന ഒരു സമയം വരെ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് അവൾ കടന്നു പോകുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം പോലും ചോദിക്കാൻ ഒരു ഇടം ഇല്ലാത്ത രീതിയിലാണ് നമ്മളുടെ ഒരു വ്യവസ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നതും കാലങ്ങളായിട്ട് നിലനിന്ന് പോകുന്നതും. അതുകൊണ്ട് ഒത്തിരി അത്ഭുതങ്ങളില്ല ഇത്തരം അതുല്യമാർ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ അമ്മ പെങ്ങന്മാരുടെയും നമ്മുടെ സഹോദരിമാരുടെയും ഒക്കെ മുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി ഒരു ഇടം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇത് ഞങ്ങൾ അകലെ നിന്ന് ഇങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ അത് ഞങ്ങൾക്കുറപ്പാണ്, നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതുപോലൊരു ബൃഹത്തായ ഒരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ, അതായത് ദ ഇൻസ്പയർഡ് ഫോക്സ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു മിഷന്, അല്ലെങ്കിൽ പുതിയ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാവാനായിട്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഞങ്ങളൊരു 4 മാസം മുമ്പാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയതും. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനോട് അവരുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗവും നമ്മളുടെ സ്ത്രീകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരാണ്, അമ്മമാരാണ്. എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ കുറച്ച് മാസങ്ങളിൽ കൂടെയാണ് പ്രത്യേകിച്ചും. അതുകൊണ്ട് ഇൻസ്പയർഡ് ഫോക്സിൻ്റെ ഈ ഒരു പുതിയ ഉദ്യമത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്, കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. ഞങ്ങളൊരു വലിയ ടീമിനെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ ചെറിയൊരു സപ്പോർട്ട് തരികയാണെങ്കിൽ, നമുക്ക് ഒന്നിച്ച് നമുക്ക് ഇനിയും അതുല്യമാരുണ്ടാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും അന്തസ്സോടുകൂടി നമ്മളുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ദ ഇൻസ്പയർഡ് ഫോക്സിൻ്റെ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ അതിൻ്റെ ഭാഗമാവണം, ഞങ്ങളെ സഹായിക്കണമെന്ന്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങളുടെ സഹോദരിമാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതുകൊണ്ട് ഇതിൻ്റെ താഴെ ഐ ആം വിത്ത് ഹെർ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഇത്തരം ചർച്ചകളും സംവാദങ്ങളെല്ലാം തുടങ്ങാനുള്ള ഒരു ഉദ്യമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിനും ഞങ്ങളുടെ വീഡിയോ കേൾക്കുന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി നന്ദി. ഇത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ചെറിയൊരു തുടക്കമാണ്. നിങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾക്കത് ഒരു വലിയ ഒരു മാറ്റമാക്കി മാറ്റാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒപ്പം ഞങ്ങളോട് നിൽക്കുക. താങ്ക് യു.